PV അൻവറിനെ കൂടെ കൂട്ടാൻ വ്യക്തിപരമായി ശ്രമിക്കുമെന്നും KPCC മുൻ അധ്യക്ഷനായ K സുധാകരൻ വ്യക്തമാക്കുകയാണ്. അൻവർ വരാൻ തയ്യാറായാൽ കൂടെ നിർത്തും. സ്വതന്ത്രനായി മത്സരിച്ചാലും കുഴപ്പമില്ല. അദ്ദേഹം UDF-നൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ കരുത്തനായേനെ എന്നും K സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വോട്ട് ബാങ്ക് പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഭയപ്പാടുമില്ല. UDF-നൊപ്പം നിൽക്കാനുള്ള തീരുമാനം CPM-നെതിരായ സ്ട്രോങ് സ്റ്റാൻഡുമാണ് അൻവറിലേക്ക് ആകർഷിച്ചത്. ഇപ്പോഴും UDF-ലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ പ്രശ്നങ്ങൾ പരിശോധിക്കും. ആർക്കും അദ്ദേഹത്തോട് ഒരു വിദ്വേഷമോ വൈരാഗ്യമോ ഇല്ല. അൻവറിന്റെ ഡിമാൻഡുകളാണ് UDF-ലേക്ക് വരുന്നതിനെ ഇല്ലാതാക്കുന്നത്. സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാത്ത ഒരാൾ എങ്ങനെ മുന്നണിയിലേക്ക് എത്തും എന്നും സുധാകരൻ ചൂണ്ടിക്കാണിക്കുന്നു. സുധാകരൻ വ്യക്തമായതിന് ചോദ്യവും ചോദിക്കുന്നു. അൻവറിന്റെ മുമ്പിൽ വാതിൽ അടഞ്ഞിട്ടില്ല. ഇനിയും അദ്ദേഹത്തെ UDF-ലേക്ക് കൊണ്ടുവരുവാൻ വ്യക്തിപരമായി ശ്രമിക്കും. പാർട്ടിയുടെ സമ്മതത്തോടെ വ്യക്തിപരമായി അദ്ദേഹത്തെ UDF-ൽ എത്തിക്കാൻ ശ്രമിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അൻവർ ഇല്ലെങ്കിലും UDF സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് പറഞ്ഞ സുധാകരൻ സ്വരാജിനെ CPM നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാക്കിയതാണെന്നും ആരോപിച്ചു. സ്വരാജിനൊക്കെ എത്ര വോട്ടാണുള്ളതെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. മത്സരത്തിൽ നിന്ന് പിന്മാറാൻ പരമാവധി ശ്രമിച്ചതാണ്. ശുപാർശ ചെയ്യിപ്പിച്ചതുമാണ്. ജയിക്കില്ലെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം. സ്വന്തം ഇഷ്ടപ്രകാരമല്ല, അദ്ദേഹത്തെ നിർബന്ധിച്ച് മത്സരിപ്പിച്ചതാണ് CPM പ്രതിപക്ഷ നേതാവ് എന്ന് അറിയണമായിരുന്നു. അൻവറും ഒന്ന് അയഞ്ഞ് UDF-നോടൊപ്പം നിൽക്കുമെന്നും എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചെന്നുവെങ്കിൽ സതീശൻ സമ്മതിച്ചേനെ. സ്ഥാനാർത്ഥിയെ പറ്റി പറഞ്ഞിരുന്നില്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ സതീശൻ കൈപിടിച്ച് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുമായിരുന്നു, സുധാകരൻ പറഞ്ഞു. അതുപോലെ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രവർത്തകരുടെ സമ്മർദ്ദമുണ്ടെന്നും PV അൻവറും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പണവുമായി ചിലർ എത്തുന്നുണ്ട്. അവരുടെ നിർദ്ദേശം ചർച്ച ചെയ്യുമെന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാവിലെ മത്സരിക്കാൻ പണമില്ലെന്നും UDF-ലേക്ക് ഇല്ല എന്നും പറഞ്ഞിരുന്നു. ഞാൻ മത്സരിക്കുന്നതാണ് അവൾക്ക് പേടി. ഞാൻ മത്സരിക്കുന്നില്ല. മത്സരിക്കണമെങ്കിൽ പൈസ എത്ര വേണം? എത്ര കോടി വേണം? ആരവിടെ വരാൻ പോണത്? 97 MLA-മാരും മുഖ്യമന്ത്രി അടക്കം 21 മന്ത്രിമാര്, ഓല MP-മാര്, UDF-ന്റെ 42 MLA-മാര്, അവരുടെ MP-മാര്, അവരുടെ സംവിധാനം, കോടികൾ ഇങ്ങനെ പൊടിക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഞാൻ ചേലക്കര ഒരു ബൂത്തിൽ 4-5 ലക്ഷം ചെലവാക്കിയിരുന്നു. മരുമോന്റെ ഒരു സംഘടന വരും തിരുവനന്തപുരത്ത്, ഇവിടുന്ന് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തുനിന്ന്. ഇപ്പൊ തന്നെ എല്ലാ സ്ഥലത്തും ഓഫീസായിട്ടുണ്ടാവും. അതേപോലെ പ്രതിപക്ഷ നേതാവിന്റെ കൂടെ വേറൊരു സംഘടന വരും. ഇവരങ്ങോട്ട് ഇടിച്ച് തമർത്തി പോവല്ലേ. ഒരു 3 ലക്ഷം മിനിമം ഒരു ബൂത്തില് ചെലവാക്കണമെങ്കിൽ കോടി എത്ര വേണം? കോടികൾ വേണം. അവർ 10 ലക്ഷം ചെലവാക്കണം. ഇപ്പൊ ഈ നാഷണൽ ഹൈവേയിൽ തന്നെ 2000 കോടി പറഞ്ഞിട്ടാണല്ലോ ഇതിങ്ങനെ ഇടിഞ്ഞു വീണത്. തിരിഞ്ഞു നോക്കാതെ. അത് അടിയിൽ കൂടെ വന്നോ മേലെ കൂടെ വന്നോ ദുബായി പോയിട്ട് ലാൻഡ് ചെയ്തോ ഒന്നും നമുക്ക് ആർക്കും അറിയില്ല. ഒരു പ്രശ്നവുമില്ല. ഒറ്റ ദിവസം പ്രതിപക്ഷം ഇങ്ങനെ വന്നിട്ടോ ഇടിഞ്ഞു വീണത് ശരിയല്ല കേട്ടോ. പിന്നെ ആരെയും കാണുന്നില്ല. ജനങ്ങളോ ഈ പറയുന്ന എന്താ പറയാ, കാസർഗോഡും കണ്ണൂരും ഒക്കെ റോഡ് പോയിട്ട് മലയിൽ കൂടെ കയറി ഇറങ്ങിയ ആൾക്കാർ. കാരണം പണ്ട് പോയിന്റെ റോഡ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇറക്കിയിട്ട് അതിന്റെ മേലെ കൂടെ ഇങ്ങനെ നോക്കിയാൽ പടച്ചോരെ അതിന് നല്ലത് മല കയറി ആളുകൾ നടക്കുന്ന പോലും ഇല്ല. വല്ല പ്രശ്നമുണ്ടോ? കോടികൾക്ക് എന്റെ കയ്യിൽ ഒരു ചുക്കില്ല. പൈസ വേണ്ടേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ? ഒരു പൈസ ഇല്ല. ഞാൻ ആകെ കടക്കാരനെ അവരപ്പം കൂടിയേഷങ്ങള് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വത്ത് വെളിപ്പെടുത്തി ഞാനാണ് നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഇങ്ങനെ TV-യിൽ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ചിരിക്കും. പടച്ചോനെ എന്താ ഇതിന്റെ കഥ? മനസ്സിലായോ? ഇതിന് പിന്നാലെയാണ് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്ന നിലയിൽ അൻവറിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. മത്സരിക്കുന്ന കാര്യം 2 ദിവസത്തിനകം തന്നെ തീരുമാനിക്കുമെന്നും അൻവർ വ്യക്തമാക്കി. മത്സരിക്കാൻ പ്രവർത്തകരുടെ സമ്മർദ്ദം ഉണ്ടെന്നും ഇക്കാര്യം പാർട്ടി ചർച്ച ചെയ്യുമെന്നും അൻവർ വ്യക്തമാക്കി. VD സതീശൻ നേതൃത്വം നൽകുന്ന UDF-ലേക്ക് ഇല്ലെന്നാണ് അൻവർ രാവിലെ പറഞ്ഞിരുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും പ്രഖ്യാപിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കോടികൾ വേണം. തന്റെ കയ്യിൽ പണമില്ല. താൻ സാമ്പത്തികമായി തകർന്ന് ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിനാലാണെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. LDF സ്ഥാനാർത്ഥി N സ്വരാജിനെ വിമർശിച്ച അൻവർ പിണറായി സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ എതിർത്ത് മുന്നോട്ടു പോകുമെന്നും വ്യക്തമാക്കുകയായിരുന്നു.
പ്രതിപക്ഷ നേതാവാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നും സതീശന് പിന്നിൽ ഒരു ലോബിയുണ്ടെന്നും അൻവർ ആവർത്തിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ തുടർന്നും ശബ്ദമുയർത്തും. LDF സ്ഥാനാർത്ഥി M സ്വരാജ് പിണറായിയുടെ വക്താവെന്നും വിമർശിക്കുന്നു അദ്ദേഹം. അസോസിയേറ്റഡ് ഘടകകക്ഷികളായേക്കാം എന്ന UDF നിലപാടിൽ തിരക്കിട്ട ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷമാണ് അൻവർ നയം പ്രഖ്യാപിക്കുന്നത്. എന്നാൽ വൈകുന്നേരത്തോടെ നിലപാട് മാറ്റുകയും ചെയ്തിട്ടുണ്ട്.